ഹലോ, അസ്സലാമു അലൈക്കും. ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ കിച്ചൺ ടൂറാണ് കേട്ടോ. നിങ്ങൾക്ക് തമ്പനയിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. ഞങ്ങളുടെ കിച്ചൺ വരുന്നത് ലിവിങ് റൂമിൽ നിന്ന് സ്റ്റെയർ കേസിൻ്റെ അടുത്തായിട്ടാണ് കിച്ചൺ വരുന്നത് കേട്ടോ. 4 സെൻറ്റിലായിട്ടാണ് ഞങ്ങളുടെ വീട് വരുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് കിച്ചണ് അധികം വലുതാക്കാനൊന്നും പറ്റിയിട്ടില്ല, സ്പേസ് കിട്ടിയിട്ടില്ല. അതുപോലെ വർക്ക് ഏരിയ ഒന്നും എടുത്തിട്ടില്ല. അപ്പോൾ ഞങ്ങൾ ഈ ഒരു കിച്ചണിലാണ് സ്റ്റോർ റൂം, അതുപോലെ വർക്ക് ഏരിയയിൽ വരേണ്ടതൊക്കെ എല്ലാം ഞങ്ങൾ ഈ ഒരു കിച്ചണിൽ ഒതുക്കിയാണ് ഇത് ചെയ്തിട്ടുള്ളത്. കിച്ചണ് മൊത്തത്തിലൊരു വൈറ്റ് ആൻഡ് ഹാഷ് കളറിലാണ് കേട്ടോ ഞങ്ങൾ ചെയ്തിട്ടുള്ളത്. കബോർഡ്സൊക്കെ ഫാബ്രിക്കേഷനിലാണ് ചെയ്തിട്ടുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞങ്ങൾക്ക് സ്റ്റോർ റൂമിന് സ്പേസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇതായി കാണുന്ന കബോർഡ് ഞങ്ങൾ സ്റ്റോർ റൂം ഒരു സ്റ്റോറേജ് ഏരിയ ആക്കിയിട്ടുണ്ട്. സ്റ്റൗവ് ഞങ്ങൾ അടുപ്പിൻ്റെ സ്ഥാനത്താണ് വെച്ചിട്ടുള്ളത്. ആദ്യം ഇവിടെയാണ് വെച്ചിരുന്നത്. പിന്നെ അടുപ്പ് യൂസ് ചെയ്യുന്നില്ല, കാരണം ഒരു കിച്ചണുള്ളൂ. അപ്പോൾ നമ്മൾ അടുപ്പ് യൂസ് ചെയ്താൽ അതൊരു വൃത്തികേടാവുമെന്ന് കരുതിയിട്ട് അടുപ്പ് യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ ആ സ്ഥാനത്തേക്ക് വെച്ചതുകൊണ്ട് ഞങ്ങൾക്ക് ഇവിടെ കുറച്ച് സ്പേസ് കിട്ടിയിട്ടുണ്ട്. മുൻപ് ഇതാ വെച്ച ഒരു വീഡിയോ ഞാൻ കാണിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ പാത്രങ്ങളൊക്കെ ഇടാൻ വേണ്ടി ഡിഷ് ഡ്രൈനർ, കിച്ചൺ റാക്ക് ഡിഷ് ഡ്രൈനറാണ് ഞങ്ങൾ യൂസ് ചെയ്യുന്നത്. ഹാങ് ചെയ്യണതല്ല. ഇതാണ് ഒന്നും കൂടി യൂസ്ഫുള്ളായി തോന്നിയിട്ടുള്ളത്. പിന്നെ ഇതാണ് സ്റ്റോർ റൂമിന് പകരം ഉണ്ടാക്കിയിട്ടുള്ളൊരു സ്റ്റോറേജ് ഏരിയ. ഇത് കുറച്ച് വലിയ ബക്കറ്റ് അങ്ങനെ അരിയൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് താഴെ കുറച്ച് വലിയ അറ പോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു സ്റ്റോർ റൂമിനേക്കാൾ ഒന്നും കൂടി നമുക്ക് ക്ലീൻ ചെയ്യാനും ഒക്കെ ഒന്നും കൂടി ഒരു ഒതുക്കം തോന്നുന്നത് ഇങ്ങനെ ഒരു വലിയ സ്റ്റോറേജ് ഏരിയ ഉണ്ടാക്കുന്നതായിരിക്കും. ഹൗസ് വാമിങ്ങൊക്കെ കഴിഞ്ഞ് ഫസ്റ്റ് ടൈം ഞങ്ങളുടെ കിച്ചണൊക്കെ കാണാൻ വരുന്നവർ ഇത് ഫ്രിഡ്ജാണെന്നാണ് ആദ്യം കരുതുന്നത്. കാരണം ഫസ്റ്റ് ലുക്ക് കാണുമ്പോൾ അതൊരു ഫ്രിഡ്ജിൻ്റെ പോലെ തോന്നുന്നത്. പിന്നെ ഇത് ഞങ്ങൾ ഒരു സ്പേസ് ഇങ്ങനെ ഡോറ് കൊടുക്കാതെ ചെയ്തതാണ്, പച്ചക്കറിയും ഫ്രൂട്ട്സൊക്കെ വെക്കാൻ വേണ്ടിയിട്ട്. കാരണം അതൊക്കെ അടച്ചു വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കേടുവരും. അപ്പോൾ അതങ്ങനെ ഓപ്പണായി ചെയ്തതാണ്. പിന്നെ ഇത് സ്ലൈഡിങ് ഡോറാണ് റാക്കിലൊക്കെ ചെയ്തിട്ടുള്ളത്. കിച്ചണ് ഫുള്ളായിട്ട് ഫാബ്രിക്കേഷനിലാണ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ക്ലീൻ ചെയ്യാനൊക്കെ ഒന്നും കൂടി സുഖം ഫാബ്രിക്കേഷനാണെന്ന് എനിക്ക് തോന്നുന്നു. അല്ലെങ്കിൽ ഫാബ്രിക്കേഷനാണ് ഞങ്ങൾ കിച്ചണിൽ ചെയ്തിട്ടുള്ളത്. വർക്ക് ഏരിയയും സ്റ്റോർ റൂമൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ കിച്ചണിൽ ഉള്ള സ്ഥലങ്ങളൊക്കെ ഞങ്ങൾ സ്റ്റോറേജ് ഏരിയ ചെയ്തിട്ടുണ്ട്. ഇൻഡക്ഷൻ സ്റ്റവ് ഇവിടെയാണ് വെച്ചിട്ടുള്ളത്. അതിൻ്റെ അടിയിലും ഞങ്ങളൊരു സ്റ്റോറേജ് ഏരിയ ആയി ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഉള്ള സ്ഥലത്ത് എല്ലാം കൂടി സെറ്റ് ചെയ്തിട്ട് ഉള്ളൊരു കൊച്ചു കിച്ചണാണ് കേട്ടോ ഞങ്ങളുടേത്. എല്ലാം ഒന്നും കൂടി ഞാൻ കാണിക്കുന്നുണ്ട്. സിങ്ക്, ഇത് അത്യാവശ്യം എടുക്കുന്ന കപ്പുകളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ മൾട്ടിവുഡിൽ ഒരു ചെറിയ സ്റ്റോറേജ് സ്പേസ് ഉണ്ടാക്കിയതാണ്. അതിന് ഡോറൊന്നും ചെയ്തിട്ടില്ല. പിന്നെ ഇത് ഞങ്ങളുടെ ഫ്ലോറ് ഹാഷ് കളർ ആയതുകൊണ്ടാണ് കിച്ചൺ റാക്കും ഞങ്ങളിങ്ങനെ ഹാഷ് കളറ് ചൂസ് ചെയ്തത്. ഇത് ഗ്രാനൈറ്റ് അല്ല, സ്ലാബ് പീസാണ് വരുന്നത്. അതും ഹാഷ് കളർ തന്നെയാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. ഫ്ലോർ ഹാഷ് കളർ ആയതുകൊണ്ട് മൊത്തത്തിലൊരു വൈറ്റ് ആൻഡ് ഹാഷ് കളറിലാണ് കിച്ചണ് ചെയ്തിട്ടുള്ളത്. കിച്ചണ് എല്ലാം ഒന്നും കൂടി കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ സ്റ്റോർ റൂമിനോ വർക്ക് ഏരിയക്കൊന്നും സ്പേസ് ഇല്ലെങ്കിൽ ഇങ്ങനെ സ്റ്റോറേജ് ഏരിയ കൂടുതൽ കൊടുത്തിട്ട് ഇങ്ങനെ കിച്ചണ് ചെയ്യാം.